അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് അൻഷിഫ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്കെത്തി. അവൻ ഒന്നും മിണ്ടാതെ തന്നെ അതാ മുകളിലത്തെ റൂമിലേക്ക് കയറിപ്പോയി. ഡ്രസ്സെല്ലാം മാറ്റി അവൻ ഫ്രഷായി താഴേക്ക് വന്നു. അപ്പോഴേക്കും ഉമ്മ അവന് ചായ ഉണ്ടാക്കി വെച്ചിരുന്നു. എന്നാൽ ബുഷി അവിടെ ഉണ്ടായിരുന്നു അവനെ കാത്ത്. പക്ഷേ അവളെ ഒന്ന് നോക്കുകയോ മിണ്ടുകയോ അവൻ ചെയ്തില്ല. മോനെ, ചായ ഇതാ അവളുണ്ടാക്കി വെച്ചിക്കണേ, ഇത് കുടിച്ചോ. അവളുണ്ടാക്കിയ ചായയാണോ? എന്നാ ഉമ്മ തന്നെ കുടിച്ചേക്ക്. ശരിക്കും അവൻ്റെ ആ ഒരു ദേഷ്യത്തിന് മുമ്പിൽ അവൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി. അത് തൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ല, തന്നോട് മിണ്ടുന്നില്ല, തന്നോട് യാതൊരു രീതിയിലുള്ള സ്വഭാവം കാണിക്കുന്നില്ല. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അത് വേറെ ചായ ഉണ്ടാക്ക്, എന്നാൽ ഞാൻ കുടിക്കാം. ഞാൻ ഉണ്ടാക്കി തരാം ചായ. ഓൾ ഉണ്ടാക്കിയ ചായക്ക് എന്താടാ കുഴപ്പം? വല്ല വിഷം കലർത്തിക്കണമെങ്കിലോ? ശരിക്കും അവൻ്റെ ആ വാക്കുകൾക്ക് മുമ്പിൽ ബുഷി ഞെട്ടിപ്പോയി. റബ്ബേ, ഇത്രയധികം ഞാൻ ഇക്കയെ സ്നേഹിച്ചിട്ടും പറയുന്ന വാക്ക് കണ്ടില്ലേ. എന്നാൽ ഉമ്മ ചായ ഉണ്ടാക്കി. അത് വേണ്ടെങ്കില ഇത് കുടിക്കേ. ഇങ്ങനെയൊക്കെ സംശയം വന്നപ്പോൾ എന്താ ചെയ്യുക? എങ്ങനെ ഞങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോവുക? സംശയരോഗം എന്ന് വെച്ചാൽ ചില്ലറ രോഗമല്ല, അത് വലിയൊരു രോഗം തന്നെയാണ്. അതിന് ചികിത്സിച്ച് മാറ്റലും നടക്കൂല, വല്ല കൗൺസിലിംഗ് ഒക്കെ നടക്കുള്ളൂ. ഇങ്ങനെ സംശയിച്ചാൽ എങ്ങനെ? ഉമ്മാ, നിങ്ങളും അവളും എന്താ ഒന്നാകാൻ നിൽക്കുന്നുണ്ടോ? എൻ്റെ പൊന്നാര മോനെ, എനിക്കിപ്പോൾ നിങ്ങൾ ഈ എൻ്റെ മോനാണ്, ഓള് എൻ്റെ പെണ്ണുങ്ങളുമാണ്. നിങ്ങൾ രണ്ടാളും എനിക്ക് വേണ്ടി തന്നെയാണ്. ഒരിക്കലും ഓളെ തള്ളിപ്പറയാനൊന്നും എന്നെക്കൊണ്ട് കഴിയൂല. കാരണം എൻ്റെ കൂടെ ഓൾ ഇത്രയും ജീവിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് രണ്ടാളും കൂടി എന്നെ കൂടെ കൊന്നേക്ക്, അതായിരിക്കും നല്ലത്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ വേണ്ട വേണ്ട വേണ്ടാന്ന്. എന്നിട്ട് നിങ്ങളെ പണിയല്ലേ ഇതൊക്കെ? എന്നിട്ടിപ്പോൾ എന്താ? എനിക്ക് സമാധാനമുണ്ടോ? സന്തോഷമുണ്ടോ? എനിക്ക് വേണ്ട ചായയൊന്നും. അവൻ അപ്പോൾ തന്നെ അത് വീട്ടിൽ നിന്നിറങ്ങി. എന്നാൽ ബുഷി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇക്ക വേണ്ട. എങ്ങോട്ട് പോകുന്നത്? ഞാൻ എങ്ങോട്ട് പോലെ നിനക്കെന്താ? നിന്നെ ഇവിടെ പരിചരിക്കാനും നിനക്ക് വിളിക്കാനും നിനക്ക് മെസ്സേജ് അയക്കാനും വേറെ ആൾക്കാരുണ്ടല്ലോ. എൻ്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ. അല്ല പിന്നെ അവൾ എന്നോട് ചോദിക്കാം, എൻ്റെ ഒരു ഇഷ്ടത്തിന് പോലും കൂട്ടു നിൽക്കാത്ത നീ എൻ്റെ ഭാര്യ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അവൻ അവിടെ നിന്നിറങ്ങി. മോനെ, ഈ ചായ കുടിച്ചിട്ട് പോടാ, നിനക്ക് വേണ്ടി പലഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചതാണ്. പലഹാരം? അവൻ ഒന്നും മിണ്ടാതെ അതാ കാറെടുത്ത് വീണ്ടും ഇറങ്ങി. ഇനി ഇന്നലത്തെ പോലെ തന്നെ ആയിരിക്കും. ഏതായാലും വല്ലാത്തൊരു പുതുമ തന്നെയാണ് ഇപ്പോൾ ഇത്. എടാ, ഈ എവിടേക്ക് പോണത്? ഞാനിവിടുന്ന് പോയാലല്ലേ പലർക്കും അവരുടെ ഇഷ്ടങ്ങളും സൗകര്യങ്ങളൊക്കെ അനുസരിച്ച് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിവിടെ നിൽക്കുന്നൊരു തടസ്സമാവില്ലേ? അവൻ ആ നിമിഷം കാറുമായി ഇറങ്ങി. നേരെ അതാ പോയത് മറ്റെങ്ങോട്ടുമായിരുന്നില്ല, സിനാൻ്റെ വീട്ടിലേക്ക്. ഉമ്മ ഒരു നിമിഷം വിചാരിച്ചു, ഇവനെ എങ്ങോട്ടാണ് ഈ പോകുന്നതാവോ, ഇനി മറ്റോൻ്റെ വീട്ടിലേക്കാന്നാവോ? ഇങ്ങനെയുണ്ടോ ഒരു കൂട്ടുകാർ? ഇല്ലാത്തൊരു തന്നെ. വെറുതെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട്. ബുഷി, മോള് കുടിച്ചോ? ഉമ്മ, ഞാനെങ്ങനെ കുടിക്കും ഉമ്മ? ബുഷി, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താ? ഒന്ന് തീർത്താണ് നിങ്ങൾ ഫസ്റ്റ്. ഉമ്മ, എന്നെ ഇഷ്ടമല്ല ഇക്കാക്ക്, അതന്നെ. എൻ്റെ പൊന്നുമോളെ, നിന്നെ ഇഷ്ടമല്ലായിട്ടല്ല, അവൻ്റെ ഇഷ്ടത്തിൽ നിന്നെ കിട്ടണില്ല, അതാണ്. മോളെ, ഈയെങ്കിലൊന്ന് വാശി ഒഴിവാക്കി നല്ല രീതിയിൽ ഓൻ്റെ കൂടെ പോ. ഞാനിനി എന്താ ഇനി പറയുക? എന്നെക്കൊണ്ട് വയ്യ. ഞാനായിട്ട് തന്നെയാണ് ഇത് വീണ്ടും വീണ്ടും ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, എൻ്റെ പണി തന്നെയാണ്. പക്ഷെ എന്നാലും കുറ്റബോധം തോന്നുന്നു. പക്ഷെ ബുഷിയെ, നീ അവനുമായി പിണങ്ങി നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കാണുന്നത്. നിങ്ങൾ ഒരുമിച്ച് തന്നെ ജീവിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. ഞാനിപ്പോൾ ദേഷ്യം കൊണ്ട് നിങ്ങൾ രണ്ടാൾ എന്തെങ്കിലുമൊക്കെ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, അതൊക്കെ മോള് ക്ഷമിച്ചേക്ക്. അതായത് എനിക്കൊന്നുമല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ മോള് ഇവിടെ ഉണ്ടാകുമ്പോൾ എനിക്കൊരു സുഖമാണ്. ഇനിയിപ്പോൾ സിസ്റ്ററായിട്ട് പോയിട്ടില്ലെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാമല്ലോ. അല്ലെങ്കിലിപ്പോൾ പണത്തിന് വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ, പണത്തിൻ്റെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല താനും. അതായത് നമുക്ക് ആവശ്യത്തിനുള്ള പണമൊക്കെ മോൻ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അവരതിനുള്ള സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതൊന്നും നോക്കണ്ട, അറിയണ്ട. പക്ഷേ ഇനി മോൾക്ക് വീട്ടിലിരുന്ന് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മോളന്ന് നഴ്സിങ്ങിന് വേണ്ടി പറഞ്ഞയച്ചത്. ഏതായാലും പഠിച്ചതല്ലേ എന്ന് കരുതിയിട്ട് പല പെൺകുട്ടികളും ഉണ്ട്, പഠിച്ച് BSc നഴ്സ് വരെ ആയിരിക്കും. പക്ഷെ പിന്നീട് കെട്ടിച്ച് കഴിഞ്ഞാൽ വീട്ടുകാർ വിടൂല. നീ അങ്ങനെ പോണ്ട എന്ന് പറഞ്ഞ് അവിടെ അയാളെ മക്കളെയും പറ്റി അവിടെ അവരെയും നോക്കി ജീവിക്കും. ഒരു പുറം ലോകത്തേക്കൊന്ന് വിടുക, അല്ലെങ്കിൽ കാണുക, ഒരു സ്വാതന്ത്ര്യം കൊടുക്കുക, അങ്ങനെ ചെയ്യാത്ത പലരും ഉണ്ട്. 5 വർഷമൊക്കെ പഠിച്ചിട്ട് നല്ല രീതിയിൽ
പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ കല്യാണം ഉണ്ടാക്കും. കല്യാണം ആയി കഴിഞ്ഞ് നീ പോകണ്ട എന്ന് പറയും. അങ്ങനെ ആ കുട്ടികളുടെ ജീവിതം വളരെയധികം കണ്ണീരിലൂടെ കഴിയുന്നവരുണ്ട്. ചിലർക്ക് പിന്നെ ഇഷ്ടമായിരിക്കും, ചില ആളുകൾക്ക് പുറത്ത് പോയി ജോലിയൊന്നും ഇഷ്ടമുണ്ടാവില്ല, മടിയായിരിക്കും. അങ്ങനെയുള്ളവർക്ക് കുഴപ്പമില്ല. ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ചവർക്ക് ഇതൊരു ഭയങ്കര ഷോക്കായിരിക്കും. അതുകൊണ്ടാണ് മോളെ ഞാൻ നിന്നെ പറഞ്ഞയച്ചത്. നിനക്കിനിപ്പോൾ ആ ഒരു ടെൻഷൻ വേണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എന്തപ്പോൾ ചെയ്യുക, ഒന്നും അല്ലാതായി പോയല്ലോ. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ മോളെ? എത്രയും നമ്മൾ കുറച്ചൊക്കെ ത്യാഗം സഹിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഏത് നമ്മൾ ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ത്യാഗം സഹിക്കേണ്ടി വരും. ഒന്നും വെറുതെ ആർക്കും ഒന്നും കിട്ടൂലല്ലോ. നമ്മളിതൊക്കെ ചെയ്ത് ശീലമാകുമ്പോൾ തന്നെ നമ്മൾ എക്സ്പീരിയൻസ് വരിക. മോളെ, പൊന്നും മോളെ, എനിക്ക് നിന്നോട് പറയാനുള്ള ഒന്നുമല്ല. എനിക്ക് നിന്നോട് ഒരു ദേഷ്യവും കാര്യങ്ങളൊന്നുമില്ല, ഇഷ്ടമേ ഉള്ളൂ. നീ എൻ്റെ മകൻ്റെ നല്ല ഭാര്യയായിട്ട് കഴിയണം. അല്ലാതെ വേറൊന്നും ഉമ്മാക്ക് നിന്നോട് വെറുപ്പും കാര്യമില്ല. എനിക്ക് നിന്നെ വേണം. നിന്നെ അവന് പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞ സങ്കടമാണ്, ചീത്ത പറയുന്നതൊക്കെ. എന്നാൽ ഈ സമയം അതാ അൻഷിഫ് നേരെ സിനാൻ്റെ വീട്ടിലേക്കാണ് പോയത്. സിനാൻ അവിടെ അവൻ്റെ ഓപ്പൺ ഏരിയയിൽ, സിറ്റ് ഔട്ട് ഏരിയയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ കമോൺ വരൂ ബ്രോ. വെരി ഹേർട്ട്ലി മാൻ. സിനാൻ അതാ അവനെ കെട്ടിപ്പിടിച്ചു. എന്തു പറ്റി? മൂഡ് ഓഫ് ആണല്ലോ. എന്തു പറ്റി? എന്ത് പറ്റാൻ? സാരല്ലടാ, നമ്മുടെ ജീവിതം എന്ന് വെച്ചാൽ അങ്ങനെ ആയിരിക്കും. എൻ്റെ ജീവിതം, എനിക്കൊരു കുഞ്ഞുണ്ട്, വൈഫുണ്ട്. അവൾ പലപ്പോഴും എനിക്ക് വേണ്ടി കാത്തിരിക്കും. പക്ഷേ പലപ്പോഴും ഞാനങ്ങ് എത്താറില്ല. എനിക്ക് ഡ്യൂട്ടി, ബിസി അങ്ങനെയായിട്ട്. അവൾക്ക് എപ്പോഴും പരാതിയാണ്. എപ്പോഴും എന്താ ഇത്ര ലേറ്റ് ആകുന്നത്? എന്താണ് ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും എൻ്റെ കൂടെ വരാത്തത്? അവിടെ ആ റിസോർട്ടിലേക്ക് ഞങ്ങളെ കൂടെ കൊണ്ടുപോയിക്കൂടെ? ഇക്കാക്ക് എന്താ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണോ താല്പര്യം എന്നൊക്കെ പറഞ്ഞ് ഞാനിവിടെ വളരെയധികം ക്യാഷ്വലായിട്ടാണ് ഇത് സെറ്റാക്കിയിട്ടുള്ളത്. ഇത് എനിക്ക് വേണ്ടി സ്ഥലം വാങ്ങി പണിതിട്ടുള്ളതാണ്. പക്ഷേ എൻ്റെ വൈഫും കുഞ്ഞും ഇതിലേക്ക് വരുന്നില്ല. വൈഫിനെയും കുഞ്ഞിനെയും ഒരു പക്ഷേ കൊണ്ടുവന്നാൽ അതൊരു കുടുംബജീവിതമായി മാറും. ഒരു പക്ഷേ എനിക്ക് വെറും കുടുംബജീവിതം മാത്രമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഒരു സിംഗിൾ ലൈഫ്, അതായത് എൻ്റെ ജീവിതത്തിലേക്ക്, എനിക്കെൻ്റെ ഈ ഒരു ഏരിയയിലേക്ക് കുടുംബത്തെ പ്രവേശിക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് ഒറ്റയ്ക്ക് റിലാക്സ് ചെയ്യണം, ഒറ്റയ്ക്ക്. അതാണ് എനിക്കിഷ്ടം. പക്ഷേ ചിലപ്പോൾ എനിക്കൊരു ഫ്രണ്ടിൻ്റെ ആവശ്യം വന്നേക്കാം. എന്നാൽ ഇടയ്ക്കിടെ ഇപ്പോൾ നീ വരുന്നത് കൊണ്ട് എനിക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അൻഷിഫ്, അതിലേക്കാളേറെ ഞാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. എനിക്ക് ഒരു ഒരു ഗേൾ ഫ്രണ്ടിൻ്റെ ഒരു സ്വാധീനം, അതെനിക്കിഷ്ടമാണ്. അവൾ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണത്തെ രീതിയിൽ ഗേൾ ഫ്രണ്ട് ആകുമ്പോൾ അവർ വരും പോകും അങ്ങനെയൊക്കെ. ഇതങ്ങനെയല്ല. ഇടയ്ക്കിടയ്ക്ക് വരണം, ഇടയ്ക്കിടെ ഒന്ന് റിലാക്സേഷൻ കാര്യങ്ങൾ. ഈ വീട്ടിൽ അതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ഞാൻ എത്രയോ കോടികൾ മുടക്കുണ്ടാക്കിയ ഒരു റിസോർട്ട് ലുക്കുള്ള ഒരു വീടാണ്. ഈ വീട്ടിലേക്ക് ഞാൻ നിന്നെ ക്ഷണിച്ചതല്ലേ, നിൻ്റെ ഭാര്യയെയും ഒക്കെ. എന്നാൽ എനിക്കൊരു ഭാര്യയും കുഞ്ഞുണ്ട് അവിടെ നാട്ടിൽ. പക്ഷേ ഇവിടേക്ക് എനിക്കൊരു ഗേൾ ഫ്രണ്ടിൻ്റെ ആവശ്യം പലപ്പോഴും ആവശ്യമായി വരുന്നുണ്ട്. എന്താ ചെയ്യാം, ഒന്നും സെറ്റായിട്ടില്ല. ഓക്കെ, പോട്ടെ. എൻ്റെ ജീവിതം പോട്ടെ. നിൻ്റെ ജീവിതം എന്തായി? നിൻ്റെ ലൈഫ് എന്തായി? നിൻ്റെ ലൈഫിലേക്ക് നീ ആഗ്രഹിക്കുന്ന രീതി. എനിക്കൊരു കുഞ്ഞുണ്ട്, ഒരു ആൺകുട്ടിയുണ്ട്. പക്ഷെ നിൻ്റെ ലൈഫിലേക്കും വേണ്ടേ ഒരു കുഞ്ഞ്? അത് നിനക്ക് താല്പര്യം കുറഞ്ഞു പോയില്ലേ? അതല്ല, അതായത് ഡോക്ടർ ജാൻസി പറഞ്ഞു, അവൾ ചെറുപ്പമല്ലേ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോരെ, ഇപ്പോഴെന്നെ ഒരു കുഞ്ഞൊക്കെ ആയിട്ട് അവളെ വിഷമിപ്പിക്കണോ എന്ന് പറഞ്ഞു. ജാൻസി ഡോക്ടർ അങ്ങനെ പറഞ്ഞോ? ഒരിക്കലും ജാൻസി ഡോക്ടർ പറഞ്ഞു ശരിയല്ല. ഒരു കുഞ്ഞെന്ന് വെച്ചാൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെന്താ, നമുക്കൊരു കുഞ്ഞെന്നുള്ള ടെൻഷൻ വേറെ വേണ്ട. ഇപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ ഭാര്യയുമായിട്ട് ഒരു ബന്ധം തന്നെ ഉണ്ടാവാറില്ല. കാര്യമൊന്നുമല്ല, ഒരു കുഞ്ഞുണ്ടല്ലോ, അത് മതി. ഇനിയും അവളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മറ്റൊരു കുഞ്ഞുണ്ടാകും. അപ്പോൾ നമുക്കതൊരു വേണ്ട, ഇപ്പോൾ തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. പക്ഷെ അതിന് പകരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഗേൾ ഫ്രണ്ടിനെയാണ്, എൻ്റെ ഭാര്യയല്ല, അങ്ങനെ ഒരു ഫ്രണ്ടിനെ. എന്തായാലും നിങ്ങൾക്കൊരു കുഞ്ഞ് വേണം. ഓക്കെ, ആ കുഞ്ഞ് നിങ്ങളായിട്ട് തന്നെ
നിങ്ങൾ ഭാര്യയും ഭർത്താവും വിചാരിച്ചാൽ മാത്രമേ അത് ഓക്കെ ആവുള്ളൂ. പക്ഷെ നിങ്ങൾ രണ്ടുപേരും വിചാരിക്കുന്നില്ല. നീ വിചാരിക്കുന്നുണ്ടെങ്കിലും അവൾ വിചാരിക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ജീവിതം ഒന്നേ ഉള്ളൂ, മാക്സിമം എൻജോയ് ചെയ്യുക. പിന്നെ അനുഷിഫിന് ജീവിതം എൻജോയ്മെൻറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ആണെന്ന് എനിക്കറിയാം. എങ്കിലും കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞിനെയും കണ്ട് ആസ്വദിക്കാമല്ലോ. ഓക്കെ. പിന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. അവൾക്ക് നിന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ഉറപ്പാണ് അവൾ സമ്മതിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഇന്നത്തോടു കൂടി എനിക്ക് മനസ്സിലായി കഴിഞ്ഞു അല്ലേ, ഇന്നലത്തെ കാര്യത്തോടു കൂടി. അവൾ രാവിലെ കുളിച്ചൊരുങ്ങിയിട്ടും നിൻ്റെ കൂടെ വരാൻ കൂട്ടച്ചില്ലല്ലോ. അപ്പോൾ നിൻ്റെ കുഞ്ഞിനെ ഗർഭം ചുമക്കാൻ അവൾക്ക് താല്പര്യമില്ല എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് അവൾ ഇന്നലെ കാണിച്ചത്. അപ്പോൾ ഒരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യം അവൾക്ക് നന്നായിട്ടുണ്ട്. കൗൺസിലിങ് അവൾക്കാണ് ചെയ്യേണ്ടത്, നിനക്കല്ല. നീ ഓക്കെയാണ് എല്ലാത്തിനും. പക്ഷെ അവൾക്കൊന്ന് കൗൺസിലിംഗ് ചെയ്തിട്ട് അവളെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അവൾക്ക് അവളുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കണം. നിൻ്റെ അവസ്ഥയെക്കുറിച്ച് അവൾക്ക് ബോധ്യമാണ് എങ്കിൽ അവൾക്ക് ഇതുവരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ അൻഷിഫ് എൻ്റെയിലേക്ക് അലിഞ്ഞു ചേരും എന്ന് ആഗ്രഹത്തിൽ നിൽക്കുകയാണ് അവൾ. അപ്പോൾ ആദ്യം ബുഷിക്കൊരു കൗൺസിലിംഗ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് റെഡിയാവും. അപ്പോൾ എന്നിട്ട് നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാം. ഓക്കെ. പിന്നെ നീ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം മറ്റൊന്നുമല്ല, അവളുടെ മനസ്സിൽ നിന്ന് അവനെ അങ്ങ് മാറ്റിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ. ഷാമിൽ എന്നുള്ള വിഷവിത്തിനെ നീ മാറ്റിയെടുക്കാത്തോടത്തോളം കാലം നിനക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ. അവനെ ഇല്ലായ്മ ചെയ്യാൻ, അല്ലെങ്കിൽ അവനെ അവർ തമ്മിൽ ഒരിക്കലും കാണാനും അവർ കോണ്ടാക്ട് ചെയ്യാനും പാടില്ല. ആ രീതിയിൽ അവനെ അവളിൽ നിന്ന് അങ്ങോട്ട് മാറ്റണം. എങ്കിലും മാത്രമേ നിനക്ക് മക്കളുണ്ടാകാൻ സമ്മതിക്കുള്ളൂ. അല്ലാതെ ഒരിക്കൽ പോലും നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാത്തൊരവസ്ഥയിൽ ഈ രീതിയിൽ എന്താ ജീവിച്ചിട്ട് കാര്യം? ഒന്നുമില്ലല്ലോ. മറ്റേതൊരു കുഞ്ഞുങ്ങളും ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 മാസമൊക്കെ ആകുമ്പോഴേക്കും ഉണ്ടാകുന്ന ടൈമായി. പക്ഷേ നമ്മളതിന് മെനക്കെടണ്ടേ, എന്തിന് ഹാർഡ് വർക്ക് ചെയ്യണ്ടേ? അതിന് സമ്മതിക്കുന്നില്ലെങ്കിലോ അതിൻ്റെ പിന്നിൽ ആ ഒരു വിഷവിത്താണ്. അവനെ അവിടുന്ന് നീക്കം ചെയ്യണം അവളുടെ മനസ്സിൽ നിന്നെങ്കിൽ മാത്രമേ ബാക്കി നമുക്ക് കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. അവർ ഓരോ കാര്യങ്ങൾ പറയുന്നു. എന്നാൽ അതിനിടയിൽ ഷാമിലിനെ ഒരു കടുത്ത ശത്രുവാക്കി മാറ്റുകയാണ് സിനാൻ ചെയ്യുന്നത്. എന്നാൽ ഈ സമയം ഷാമിലിൻ്റെ വീട്ടിൽ ഉപ്പ നിർബന്ധിക്കുന്നു. മോനെ, എന്നോട് ചോദിക്കുന്നുണ്ട് ആൾക്കാർ, ഞാൻ ഒരു ബ്രോക്കറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബാപ്പ എന്തിന്? മോനെ, ഇങ്ങനെ നിന്നാൽ മതിയോ? നിൻ്റെ കൂടെയുള്ളവരൊക്കെ പെണ്ണ് കെട്ടി തുടങ്ങി. ഇനിയിപ്പോൾ എന്നാ? എൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ ഉപ്പ ഇപ്പോൾ തൽക്കാലം അത് പിന്നെ എന്നാടാ? നിൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പില്ല. പിന്നെ എൻ്റെ കാലം കൂടി കഴിഞ്ഞിട്ടാണോ നീ കല്യാണം കഴിക്കുന്നത്? ബാപ്പയുടെ ആ ഒരു വാക്കുകൾ കേട്ട് ഷാമിൽ ഒന്നും മിണ്ടിയില്ല. ഉപ്പ ഞാനൊന്ന് ഗൾഫിലൊക്കെ ഒന്ന് പോയിട്ട് വരാം. എന്നിട്ട് എടാ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ നീ കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ഇവിടെയും വേണ്ടടാ ഒരാൾ. ഒന്നുമല്ല, ഞമ്മക്കിപ്പോൾ ഉപ്പ ഞാൻ നിങ്ങളോട് പല തവണ പറഞ്ഞൊരു കാര്യമുണ്ട് മോനെ, അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. അവരൊക്കെ വേറെ കെട്ടിപ്പോയിട്ടുണ്ടാവും. അല്ലപ്പാ, അവർ തീരെ വിവാഹം കഴിക്കാത്ത സ്ത്രീയായിരുന്നല്ലോ. ഞാൻ ആ കാര്യമൊന്ന് അന്വേഷിക്കട്ടെ. അപ്പോൾ ഇവിടെയുള്ള വേലക്കാരി ഇവരല്ലേ ഒന്നുകൂടെ ബെസ്റ്റ്. ഇവർ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നതല്ലേ. ഇവരെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവില്ലേ? ബാപ്പ, എൻ്റെ പൊന്നു ബാപ്പ, അതിനേക്കാളും ബെസ്റ്റായിരിക്കും മാജിത്ത. എന്താ? ശരിക്കും ആ ഉപ്പയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ തോന്നി. മോനെ, അല്ല ആദ്യം എന്നാൽ മോൻ്റെത് കഴിഞ്ഞിട്ട് അങ്ങനെ അല്ലപ്പാ, ഞാനൊന്ന് ഗൾഫിൽ പോയിട്ട് വരാം. മോനെ, അതിപ്പോൾ നീ പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ ആരാന്നുള്ള രീതിയിലാണ് എനിക്ക്. അവരൊരു അന്യ സ്ത്രീയാണ്. അവരുമായി എനിക്ക് ഇടപഴകാനോ നോക്കാനോ പറ്റില്ല. പക്ഷേ എൻ്റെ മരുമകളായിരുന്നെങ്കിൽ മോളെ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോവാ എന്നെങ്കിലും എനിക്ക് പറയാം. ഇവരോട് എനിക്കത് പറയാൻ പറ്റില്ലല്ലോ. അവരൊരു അന്യ സ്ത്രീയല്ലേ, നമുക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തു തരുന്നുണ്ട്, നമ്മളുടെ കാര്യങ്ങളെല്ലാം നിറവേറ്റുന്നുണ്ട്. ശരിയാണ്, പക്ഷേ എൻ്റെ മുമ്പിലേക്ക് അവർ വരില്ലല്ലോ. ഈ ഒരു അവസ്ഥയിലാകുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും മോനെ. ഇനി എൻ്റെ കുട്ടി പോയി കഴിഞ്ഞാൽ എൻ്റെ പൊന്നുപ്പ, നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കണ്ട, ഒന്നും കൊണ്ട് ടെൻഷൻ ആവണ്ട. നമുക്ക് വൈകാതെ തന്നെ നമുക്ക് മാജിത്യവുമായുള്ള ആ ഒരു വിവാഹം. എന്താ? എടാ വേണ്ട, ഉപ്പ അതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നില്ല. എൻ്റെ ഉപ്പ പ്ലീസ്. എന്നാൽ ഈ സമയം അതാ അവൻ നേരെ പെങ്ങൾക്ക് വിളിക്കുന്നു. ഹലോ കുഞ്ഞോളെ. ആ മോനെ. പിന്നെ
ആ കല്യാണക്കാര്യത്തെക്കുറിച്ച്. ഏത് കല്യാണക്കാര്യം? അല്ല, ഉപ്പയുടെ. ആ, അത് ശരി. ഞാൻ എത്ര പറഞ്ഞതാ, അളിയനും പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഉപ്പയ്ക്ക് ഇപ്പോൾ അധികം അതിനകത്ര പ്രായമൊന്നും ആയിട്ടൊന്നുമില്ലല്ലോ. പിന്നെയെന്ന് വെച്ചാൽ ഉപ്പാക്ക് ജീവിതത്തേക്ക് ഒരാളാവൂലേ. പിന്നെ ഷ്യാമിലെ നിനക്കും പോകാനൊക്കെ നേരം വൈകുകയൊക്കെ ചെയ്യൂലേ. ശരിയാണ്, എനിക്ക് എൻ്റെ സമ്പാദ്യമെല്ലാം തീർന്നു തുടങ്ങി. പിന്നെ എൻ്റെ അറബിച്ചനെ വിളിക്കുന്നുണ്ട്, വിളിച്ചിട്ട് വരാൻ പറയുന്നുണ്ട്. പക്ഷേ വീട്ടിലൊരാളില്ലാത്ത അവസ്ഥയാണ്. എൻ്റെ പൊന്നു മോനെ, എല്ലാം കൊണ്ടും നല്ലതാണ്. നമുക്ക് മാജിത്തിയെ തന്നെ. പക്ഷേ ഉപ്പത് അറിഞ്ഞിട്ടില്ലല്ലോ. ഉപ്പാൻ്റെ വിചാരം വേറെ ഏതോ വേലക്കാരി അടിച്ചിട്ട് നിൽക്കുകയാണ്. ആയിക്കോട്ടെ, നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം കേട്ടോ. മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു സർപ്രൈസ് കൊടുത്താലോ ഉപ്പാക്ക്? അതായിരിക്കും നല്ലത്. ഞാൻ നിൽക്കാനോട് കാര്യങ്ങളൊക്കെ പറയട്ടോ. അല്ല, ഉപ്പ ഇപ്പം എതിര്. ഉപ്പ പറയുന്നു ഞാൻ ഗൾഫിൽ പോകുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മേഡം നേരെ വിളിച്ചിരുന്നോ. അപ്പോൾ എന്നോട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനും നോക്കാനൊക്കെ ഉണ്ട്. ഇപ്പോൾ കുറച്ചായില്ലേ. എന്നെ വിളിച്ചു. കാര്യം ഞാൻ അവരുടെ ഒരു മകനെ പോലെയായിരുന്നു പെരുമാറിയിരുന്നത്. അവരൊരുവിധം കാര്യങ്ങൾ ഭർത്താവുമായിട്ട് അത്ര ഓക്കെ അല്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. അതായത് അവർ എന്നെ വിളിച്ചു ഇതെന്ന് പറഞ്ഞപ്പോൾ അറബിയമ്മ വിളിച്ചിരുന്നു പറഞ്ഞു. അതായത് നമ്മുടെ ഇളാമ്മ ഉണ്ടല്ലോ, സുലേഖ, അവരവിടുന്ന് ചാടിയിട്ടുണ്ടെന്നോ. എൻ്റെ പാസ്പോർട്ട് കിട്ടണമെന്ന് പറഞ്ഞിട്ട് അറബിയമ്മയോട് കേണ അപേക്ഷിച്ചു. എന്നിട്ട് അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ മോനെ നീ പറയുന്നത്? അതെ, സത്യമായിട്ടും വൈകാതെ നാട്ടിലേക്ക് പോരാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പഠിച്ചോനെ, ഇനിയിപ്പോൾ എന്തായി തീരും? അതെ, ഏതായാലും ബാപ്പാനെ ഉപേക്ഷിച്ച് പോയതാണ്. ബാപ്പ ഒരുപാട് സങ്കടപ്പെട്ടതുമാണ്. പിന്നെ നമുക്ക് അതിനു മുമ്പ് തന്നെ ഈ കാര്യം വേഗം റെഡിയാക്കുക കേട്ടോ. നാളെ ഞാനും അളിയനും കൂടെ അങ്ങോട്ട് വരാം. എന്നിട്ട് കാര്യങ്ങളൊക്കെ വാപ്പാനോട് ഒന്നുകൂടി പറഞ്ഞ് റെഡിയാക്കിയിട്ട് നമുക്ക് വിവാഹത്തിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. എന്നിട്ട് വാപ്പാനെ നിക്കാഹ് നടത്തണം. എന്നാൽ പിന്നെ അവർക്ക് സേഫ്റ്റി ആയിട്ട് നിൽക്കാമല്ലോ. സുലേഖയാണ് ആള്. അതെ, ആ ഉമ്മാനെ അവിടുന്ന് വലിച്ചിടാനും ഒന്നിനും മടിക്കൂല അവർ. കാര്യം വാപ്പാനെ നോക്കിയതല്ലേ. അതുകൊണ്ട് അവർക്ക് വാപ്പാനെ എങ്ങനെ നോക്കണം നന്നായിട്ടറിയാം. എന്തായാലും ഇനിയിപ്പോൾ അവർ വിവാഹമോചനം പോയ ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് തോന്നിയ സമയത്ത് കയറി വരുന്നവരായിട്ടും ഉണ്ട്. എന്താ ചെയ്യുക, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, അവർ നാട്ടിലേക്ക് ലാൻഡ് ചെയ്യണ മുമ്പായിട്ട് എൻ്റെ പൊന്നു കുഞ്ഞോനെ, എനിക്ക് ബാപ്പാനെ കൊണ്ട് ആ നിക്കാഹ് അങ്ങോട്ട് കഴിപ്പിക്കണം. എന്നിട്ട് ആ ഉമ്മയെ അവിടുത്തെ സ്വന്തമാക്കണം. അതെ, ഉമ്മാക്ക് കൂടി അവകാശപ്പെട്ടതാവണം നമ്മുടെ വീട്. അല്ലെങ്കിൽ എന്തായിത്തീരും? ഇത് എൻ്റെ ഭർത്താവിൻ്റെ വീടായിരുന്നു, അങ്ങനെയായിരുന്നു, ഇറങ്ങിയിട്ടെന്ന് പറഞ്ഞിട്ട് അവർ ഇറക്കി വിട്ടൽ. പാവം സ്ത്രീയാണ്, ബാപ്പ മരണപ്പെട്ട സ്ത്രീയാണ്, ആരാരും ഇല്ലാത്തതാണ്, പിന്നെ വിവാഹം കഴിക്കാത്തതാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് നമുക്കിപ്പോൾ പരിചയമല്ലേ. ആ സുലേഖയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനും മക്കളും കയറി വന്നാൽ വണ്ടിയൊക്കെ എടുത്ത് വെക്കും. വണ്ടിയൊക്കെ എടുത്ത് മുകളിലേക്ക് ആ കുട്ടിയെ കൊടുക്കണ്ട, അവരിത് കേടുവരുത്തും എന്ന് പറഞ്ഞിട്ട് എന്താണ് ശരിക്കൊരു ഫുഡും ഒന്നും ഞങ്ങൾക്ക് ഉണ്ടാക്കി തരൂല. വേഗം ഈ കണ്ട കുട്ടികളെ കയറ്റി ഇവിടെ വന്ന് കയറിയിട്ട് ഇവിടെ അടിച്ചുവരി തുടക്കാൻ എനിക്ക് സമയം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇങ്ങനെ നശീകരണം പിടിച്ച് എന്തൊക്കെയോ പറഞ്ഞ് ഒക്കെ കേൾക്കണ്ട. അതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമായിരുന്നു. ഇപ്പം ഷ്യാമിലെ എനിക്ക് സമാധാനമുണ്ട്. ആ ഉമ്മ അവിടെ ഉണ്ടായിട്ട് എന്തോരം നല്ല സ്വഭാവമാണ്. ഞാൻ പോരുന്നതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മോനെ വേഗം ഒന്ന് റെഡിയാക്കാം. ഞങ്ങൾ നാളെ തന്നെ വരാം കേട്ടോ. ആയിക്കോട്ടെ, ഓക്കെ ഇൻഷാ അല്ലാ. എന്നാൽ ഈ സമയം അതാ ഫോൺ കട്ട് ചെയ്ത് അവൻ റൂമിലേക്ക് കിടക്കുവാൻ വേണ്ടി വന്നപ്പോൾ അതാ പതിവ് പോലെ ഒരു മെസ്സേജ്, ബുഷിയുടെ മെസ്സേജ്, മറ്റാരുടെയുമല്ല. ഈ സമയത്ത് ഈ ടൈമിന് ഇവളെന്താ? ഇന്നലെ അങ്ങനെ തന്നെ. ഇന്നലെ അവളുടെ ഹസ്ബൻഡ് അവിടെ ഇല്ലായിട്ടാന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ എന്ത് സംഭവം? എന്തിനായിരിക്കും? അതോ പറയാൻ പറ്റില്ലല്ലോ ഇനിയിപ്പോൾ. കാരണം പല രീതിയിലും പ്രശ്നങ്ങളുണ്ടാവും. ഒന്നുകിൽ അവളുടെ ഭർത്താവ് ഒരു പക്ഷേ ഇന്നലത്തെ ചാറ്റിങ് എന്തെങ്കിലും കണ്ടിട്ട് ഇന്ന് അവൻ ആ ഫോൺ എടുത്തൊരു മെസ്സേജ് അയച്ചതായിരിക്കും. എന്തായിരിക്കും അറിയില്ല. ഇതിപ്പോൾ ഇത്ര സമയം എന്ന് വെച്ചാൽ ഇപ്പോൾ 11:30 മണി വരെ ഏകദേശം ഞാനും എൻ്റെ ഇത്താത്തയും സംസാരിച്ചു. ഇപ്പോൾ ഏകദേശം 12 മണിയാണ്. ഈ ഒരു സമയത്താണ് എൻ്റെ ഫോണിലേക്ക് അങ്ങനൊരു മെസ്സേജ്, ഹായ് എന്നുള്ള മെസ്സേജ്. ഇന്നലെയാണെങ്കിൽ അങ്ങനെയല്ലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ വേണ്ട, തൽക്കാലം റീപ്ലൈ ഒന്നും കൊടുക്കണ്ട. ഒരു പക്ഷേ അവളെ ബുദ്ധിമുട്ടാക്കൂ. തൽക്കാലം ഈ സമയത്താവുമ്പോൾ ഒന്നുമില്ലെങ്കിൽ അവർ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുന്നവരല്ലേ. ഞാനിത് ഒരിക്കലും റീപ്ലൈ കൊടുക്കാൻ പാടില്ല. ഷ്യാമിൽ അങ്ങനെ ചിന്തിച്ചു. അവൻ ഫോൺ ഓഫ് ചെയ്തു കിടക്കുവാൻ വേണ്ടി നിന്നു. അതെ,
അവളുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ ബുഷിയുടെ അവസ്ഥ ശരിക്കും പരിതാപകരമാണ്. ശരിക്കും അയാൾ അവളെ ഉറപ്പായിട്ടും എന്തെങ്കിലും ചെയ്യും, എനിക്ക് ഉറപ്പുണ്ട്. അതിനു മുമ്പ് ബുഷിയെ രക്ഷിക്കണം. അതിനു മുമ്പ് അജ്മലിനോട് പറഞ്ഞപ്പോഴേ അവർ വീട്ടുകാരൊക്കെ ഓക്കെ വിളിച്ചപ്പോൾ അവൾ ഓക്കെ ആണെന്ന് പറഞ്ഞു. പക്ഷെ അവൾ എന്തൊക്കെയോ ഉള്ളിൽ മറച്ചു വെക്കുന്നുണ്ട്. എന്നോടൊന്നും തുറന്നു പറയുന്നുമില്ല. എന്തായാലും നേരിട്ടൊന്ന് സംസാരിക്കണം ഡോക്ടർ അൻഷിഫിനോട്, അവളുടെ ഭർത്താവിനോട് തന്നെ നേരിട്ട് സംസാരിക്കണം. എന്നിട്ട് കാര്യങ്ങളെല്ലാം തിരക്കണം ഒന്ന്. അതാണ് വേണ്ടത്. അല്ലാതെപ്പോൾ അവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ദുരൂഹതകൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാകായിട്ടല്ല. തീർച്ചയായും നാളെ ഇൻഷാ അല്ലാഹ് അൻഷിഫുമായി നേരിട്ട് സംസാരിക്കണം. ഷാമിൽ അങ്ങനെ തീരുമാനിക്കുന്നു. അതെ, അതിനു വേണ്ടിയുള്ള ഒരവസരമാണ് അവൻ പ്രതീക്ഷിക്കുന്നത്. ഷാമിൽ അൻഷിഫുമായി എല്ലാം സംസാരിച്ച് സിനാൻ്റെ കള്ളത്തരങ്ങളെല്ലാം ഒരുപക്ഷെ അൻഷിഫിനോട് തുറന്നു പറഞ്ഞാൽ അതവൻ വിശ്വസിക്കുമോ ഇല്ലയോ? ഒരുപക്ഷെ വിശ്വസിച്ചാൽ അതെ, ശരിക്കും സിനാനാണ് കുറ്റക്കാരി, അല്ലെങ്കിൽ അവനാണ് ഇതിൽ ഇരുന്ന് കളിക്കുന്നത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അൻഷിഫിൻ്റെ സ്വഭാവം മാറുമോ? എന്തായിരിക്കും ഇതിൻ്റെ ബാക്കി ഭാഗം? നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തൊക്കെ തന്നെയാലും ഷാമിൽ നാളെ പുറപ്പെടുകയാണ് അൻഷിഫിനെ കാണുവാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.